ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ പരിപാടി LDFിൻ്റെ പരിപാടിയാണ്. അപ്പോൾ LDFിൻ്റെ പരിപാടിയാകുമ്പോൾ LDFിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFിൻ്റെ പൊതുവായിട്ടുള്ളതല്ല. LDFിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFിൻ്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിലമ്പൂരിൽ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. നിലമ്പൂരിൽ M സ്വരാജിൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഈ സംഭവം പ്രേക്ഷകർ ഒരുപാട് പേർ കേട്ട് കാണും. ഇതിനെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വളച്ചൊടിച്ചിട്ടുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞ വ്യാജ വാർത്ത എന്ന രീതിയിലിട്ട് വളച്ചൊടിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. മനോരമ ഓൺലൈനകത്തുള്ള വാർത്ത പരിശോധിക്കാം. ജൂൺ 1 രാത്രി 10:30 അവർ ഈ വാർത്ത പോസ്റ്റ് ചെയ്തത് മനോരമയുടെ ഓൺലൈനകത്ത്. മുന്നിൽ ഗണേഷ് കുമാറിൻ്റെ ഫ്ലെക്സ്, മുഖ്യമന്ത്രിക്ക് നീരസം, LDFിൻ്റെ പൊതു അടയാളങ്ങൾ ഉപയോഗിച്ചാൽ മതിയെന്നാണ് അതിന് തലക്കെട്ട് അവർ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല വാർത്തയ്ക്കകത്ത് പറയുന്നത് വെച്ചാൽ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ നീരസം പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി തൻ്റെ നീരസം പരസ്യം പ്രകടിപ്പിച്ചു. ഗണേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിൻ്റെ ചിത്രങ്ങളുമായി കേരള കോൺഗ്രസ് B ആണ് വേദിക്ക് മുന്നിൽ ഫ്ലെക്സ് സ്ഥാപിച്ചത്. കക്ഷിയുടെ ചിഹ്നം മുന്നണിയുടേതല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത്. മുന്നണിയുടെ പൊതു അടയാളങ്ങൾ ഉപയോഗിക്കണമെന്നും പിണറായി നിർദ്ദേശിച്ചു എന്നാണ് വാർത്ത. മനോരമയുടെ വാർത്ത പ്രകാരം ആ ഇലക്ഷൻ കൺവെൻഷൻ നടക്കുന്ന വേദിയുടെ ഫ്രണ്ടിൽ ഒരു കേരള കോൺഗ്രസ് B ഒരു ഫ്ലെക്സ് വെച്ചു. ഫ്ലെക്സിനകത്ത് KB ഗണേഷ് കുമാറും M സ്വരാജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യം എന്താണ്? സത്യം അന്ന്, അതായത് ഇന്നലെ അവിടെ ഇലക്ഷൻ കൺവെൻഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ മുതിർന്ന മാധ്യമപ്രവർത്തകയെ KK ഷാഹിന പറയുന്നുണ്ട്. KK ഷാഹിന ഇന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിൻ്റെ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയുടെ വിവരണമാണ് അത്. അതുകൊണ്ട് തന്നെ അതിനെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതിൽ KK ഷാഹിന പറയുന്ന കാര്യം എങ്ങനെയാണ്? KK ഷാഹിന പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ മുതൽ നിലമ്പൂരിലുണ്ട്. LDFിൻ്റെ കൺവെൻഷൻ സ്ഥലത്ത് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം നിർത്തി പെട്ടെന്നാണ് LDFിൻ്റെ പൊതുചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞത്. കാണുന്നത് സന്തോഷമാണെങ്കിലും ഒരു മുന്നണിയുടെ പരിപാടിയാകുമ്പോൾ അങ്ങനെ പാടുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ചെഗുവേരയുടെ ചിത്രമുള്ള കൊടി വീശിയപ്പോഴാണ്. അല്ലാതെ ഗണേശിൻ്റെ ചിത്രമുള്ള പോസ്റ്റർ കണ്ടതുകൊണ്ടല്ല. മനോരമയിൽ വന്ന വാർത്ത കള്ളമാണ്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക എഴുതിയതാണ്. തൻ്റെ ഫേസ്ബുക്ക് പേജിൽ, തൻ്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയതാണ്. മനോരമയിൽ വന്ന വാർത്ത കള്ളമാണ്. ഒരു ഇലക്ഷൻ ആകുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുന്നത് ഒരുമാതിരി പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകയ്ക്ക് കുറിപ്പെഴുതിയിടേണ്ടി വന്നു. അത്രമാത്രം വ്യാജ വാർത്തയാണ് മലയാള മനോരമ കൊടുത്തത്. എന്തായാലും മനോരമ ഓൺലൈനകത്ത് M സ്വരാജിനെതിരെ കോൺഗ്രസ്സുകാർ പടച്ചുവിട്ട് വ്യാജ വാർത്തയുടെ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട്. എന്തായാലും മനോരമയുടെ സ്വന്തം വാർത്ത ഫാക്ട് ചെക്ക് നടത്തുമോ എന്ന് ഇനി അറിയാനുള്ളത്. എന്തായാലും മനോരമ കൊടുത്ത വാർത്ത വ്യാജമാണെന്ന് ഇപ്പോൾ പരസ്യമായി തെളിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തായാലും അങ്ങനത്തെ ഈഗോ ക്ലാഷുകൾ, പ്രതിപക്ഷത്ത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈഗോ ക്ലാഷുകൾ, അതുപോലത്തെ ഈഗോ ക്ലാഷുകൾ എന്തായാലും മുഖ്യമന്ത്രി നടത്താൻ പോകുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഗണേഷ് കുമാറിന് അവിടെ ഫ്ലെക്സ് വന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു LDFിൻ്റെ പരിപാടിക്കകത്ത് ചെഗുവേരയുടെ കൊടിവേണ്ടി വരുമ്പോഴത്തേക്കും ആ LDF പരിപാടി CPM പരിപാടിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുന്നണിയുടെ പരിപാടി വരുമ്പോഴത്തേക്കും, LDFിൻ്റെ പരിപാടി വരുമ്പോഴത്തേക്കും അത് CPMൻ്റെ പരിപാടിയാക്കി മാറ്റരുത് എന്ന് CPIMൻ്റെ നേതാക്കൾ തന്നെ പ്രവർത്തകരോട് പറയാറുണ്ട്. അതുപോലത്തെ ഒരു ഉപദേശം മാത്രമാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നൽകിയത്. അത് ആ മാധ്യമപ്രവർത്തക സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അവിടെ ഗണേഷ് കുമാറിൻ്റെ ഫ്ലെക്സ് വെച്ചതുകൊണ്ടല്ല, അവിടെ ചെഗുവേരയുടെ കൊടി വീശിയതുകൊണ്ടാണ്. അത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് എടുത്ത് പറയുകയും ചെയ്തു. LDFിൻ്റെ പരിപാടിയാണ്, LDFിൻ്റെ ചിഹ്നങ്ങൾ മാത്രം മതിയെന്ന് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ വ്യാജ വാർത്ത എന്തിനായിരുന്നു? ഒരു ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ വ്യാജ വാർത്തകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നത് സുപ്രധാനമായ ചോദ്യവുമാണ്.